ഒരുപാട് പേരുടെ ജീവിതം മാറിയതിൽ ഒരാൾ ഇന്ദ്രൻ ചേട്ടനാണ്. ഈവൻ ദോ അപ്പോൾ തിക്കിരിയിലൂടെ 2014 ചേട്ടൻ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും കൊറോണയ്ക്ക് ശേഷമുള്ള റോളുകൾ ഭയങ്കര വ്യത്യസ്തമായ റോളുകളാണ്. എങ്കിൽ പോലും ചേട്ടൻ ഇപ്പോഴും റോളുകൾ എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, ബാനർ നോക്കാതെ, ഒരു ഡയറക്ടർ പുതിയതാണോ പഴയതാണോ അങ്ങനെയൊക്കെ നോക്കാതെ ചൂസി ആയിട്ടല്ല ഇപ്പോഴും ക്യാരക്ടേഴ്സ് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് നോ പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണോ അതോ എല്ലാം എനിക്ക് ചെയ്യണം എന്നുള്ളതിൽ നിന്നാണോ? എന്താണ് ആ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുന്നതിന് പിന്നിൽ? ഒരു ആർത്തിയുണ്ട്, ചെയ്യണമെന്ന് ആർത്തിയുണ്ട്, എന്നാൽ നല്ലതാവണമെന്ന് കൊതിയുണ്ട്. പൈസ ആർത്തി അല്ല, അഭിനയിക്കാനുള്ള അതുകൊണ്ട് ഇല്ലായികയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം, അതങ്ങ് മാറ്റാം, അതിനു വേണ്ടിയൊന്നും വരാറൊന്നുമില്ല. വരുന്നത് നന്നാവട്ടെ എന്ന് വിചാരിച്ച് അവരോട് നിൽക്കാമെന്നുള്ളത്. അങ്ങനെ അല്ല, ഇന്ദ്രൻസ് കോസ്റ്റ്യൂമർ ആയിരുന്നല്ലോ. അപ്പം അന്നും എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഊഹമാണ്, അന്നും സിനിമകൾ സെലക്ട് ചെയ്യുന്നത് കഥയൊക്കെ നല്ലതാണെങ്കിൽ ചെയ്യാം, ഹരിഹരനാണോ എങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടല്ല, കിട്ടുന്ന പടമൊക്കെ ചെയ്യുമായിരുന്നു അല്ലേ? ആദ്യം വരുന്നത് എന്നുവെച്ചാൽ ഒരിക്കലും ഒരു കോസ്റ്റ്യൂമർ വിടാത്തതാണ്. ജയരാജ് സാറിൻ്റെ, സത്യനന്ദിക്കാട് സാറിൻ്റെ ഒക്കെ അന്ന് പടം ചെയ്യാൻ കോസ്റ്റ്യൂമർമാരെ അങ്ങനെ ചാൻസ് ഒന്നും കിട്ടത്തില്ല. അതൊക്കെ വിട്ടിട്ടുണ്ട്, കാരണം അതിനു മുമ്പ് ഏറ്റത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നൊരാൾക്ക് പിന്നെ അഭിനയിക്കാൻ തുടങ്ങിയോ പെട്ടെന്ന് ഞാൻ സെലക്റ്റീവ് ആണെന്നൊക്കെ പറയാനുള്ള ബുദ്ധിമുട്ട് വന്നു. ഉള്ളത് കൂടെ പോകും. ഞാൻ പറഞ്ഞു, ജന്മനാ ശരീരത്തിൽ ഉള്ളതാണ് ഈ എളിമയും കാര്യങ്ങളും. അതൊരു ഭാഗ്യം പോലെ കിട്ടിയിട്ടുള്ളതാണ്, അതിൻ്റെ ഗുണങ്ങളും ഉണ്ടാവും. അതാണ് ഇന്ദ്രൻസ്. അപ്പൊ ചോദിക്കാറുണ്ടോ ഇപ്പം, അതായത് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ്, ഇപ്പം ഇന്ദ്രൻ ചേട്ടന് ഏത് റോളും ചോദിക്കാൻ പറ്റും? നിങ്ങൾ എല്ലാവരും അങ്ങനെ തെളിയിച്ചിട്ടുള്ളവരാണ്. ഏത് തരം ക്യാരക്ടേഴ്സും അതിനുള്ള അടുപ്പങ്ങളുണ്ട് ഇൻഡസ്ട്രിയിൽ. ഇന്ദ്രൻ ചേട്ടൻ എപ്പോഴെങ്കിലും ചില ഇതൊക്കെ കാണുമ്പോൾ, ഞാൻ ഈ നെഗറ്റീവ് ഇതൊക്കെ കാണുമ്പോൾ, അത് ചോദിച്ച് മേടിച്ചതാണോ അതോ അന്വേഷിച്ച് വന്നതാണോ? ഇല്ല, ഒന്നും ചോദിച്ച് മേടിച്ചതൊന്നുമല്ല. ക്യാരക്ടർ എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിശയം തോന്നിയത് ഞാൻ എന്നെ കൊണ്ട് താങ്ങുമോ ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളൂ. അപ്പോൾ അയാൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അല്ല, ഞാനും സിനിമകൾ ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഒരു വേഷം വേണമെന്നുകൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ബാധ്യത മുഴുവൻ നമുക്കാണ് അത് മനോഹരമാക്കേണ്ടത്. വേറൊരു പടം വരുമ്പോൾ പഞ്ചാബി ഹൗസ് തന്നെ എടുത്തോളൂ. പഞ്ചാബി ഹൗസിൽ 2 ഡാൻസ് ഉണ്ട്. ഞാനൊരിക്കലും ഡാൻസ് ചെയ്യണമെന്ന് ഞാൻ ഒരു പടത്തിൽ ഇപ്പോഴും പറയില്ല. പക്ഷെ റാഫി മക്കാട്ടിനും പറയുന്നു, ലാലേട്ടന് പറ്റും, അത് ഞങ്ങൾ ജയിച്ചോളാം. അപ്പൊ റെസ്പോൺസിബിലിറ്റി അങ്ങോട്ട് പോവുകയാണ്, നമുക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. തെലുങ്കിൽ നിന്ന് പടത്തിന് വിളിക്കുന്ന ഇഷ്ടംപോലെ പടങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് വിളിക്കുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞാൽ എനിക്ക് ഒരക്ഷരം തെലുങ്ക് അറിയില്ല കേട്ടോ എന്നുള്ള ആദ്യം പറയുന്നത്. അതൊക്കെ സാറ് ചെയ്തോളാം, അതൊക്കെ ഞങ്ങൾക്ക് ധൈര്യമാണ്, ഞങ്ങൾക്ക് ഓപ്പൺ. ഓക്കെ, അപ്പൊ അവരുടെ കോൺഫിഡൻസ് പിന്നെ ഉത്തരവാദിത്വം അവരുടെയാണ്. അവരാണ് അതിൻ്റെ എല്ലാം ചെയ്യേണ്ടത്, നമുക്കൊന്നും അറിയേണ്ട കാര്യമില്ല. അപ്പൊ ആ ഒരു രീതിയാണ് ഞാൻ ആ ആംഗിളിൽ ആദ്യമായിട്ടാ ചിന്തിക്കണേ. ശരിയാണ്, നമ്മൾ ചോദിച്ചു മേടിച്ചാ പിന്നെ നമ്മുടെ തലയിലായി. പിന്നെ ആ രാജാവിന്റെ വർഷം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ ഉത്തരവാദിത്തമാണ്. മറ്റത് ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ആരും കുറ്റബോധമില്ല. അങ്ങനെയല്ല സാറേ, ഇങ്ങനെ ശരി നോക്കാം, ഒന്നും ട്രൈ ചെയ്യും, പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞുകൂടെ തന്നെ, നിങ്ങളല്ലേ സെലക്ട് ചെയ്ത്, നിങ്ങളല്ലേ പറഞ്ഞ ഓക്കെ എന്ന്.